ഹലോ നമസ്കാരം, മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി കിടിലൻ ബീഫ് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1/2 കിലോ ബീഫ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ല ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഒരു 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നീളത്തിലരിയുക. വലിയ സവാളയാണെങ്കിൽ ഒരു സവാള മതി. പിന്നെ ഒരു 10 20 ചെറിയുള്ളി. ഇനി നിങ്ങൾക്ക് സവാള ഒഴിവാക്കിയിട്ട് ചെറിയുള്ളി മാത്രം എടുക്കണമെങ്കിൽ ഒരു കപ്പ് 1-2 കപ്പൊക്കെ നിങ്ങൾക്ക് ചെറിയുള്ളി മാത്രമായിട്ട് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു പിടി നമ്മുടെ തേങ്ങാക്കൊത്ത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അതിന് കുറച്ചും കൂടി കൂടുതൽ ഇടുവാണെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒട്ടും പിശുക്കാതെ കറിവേപ്പില എടുക്കാം. 1-2 തണ്ടൊക്കെ എടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനൊക്കെ അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. കുറച്ചും കൂടി ഇടുവാണെങ്കിൽ തേങ്ങാക്കൊത്തും കറിവേപ്പിലൊക്കെ കൂടുതൽ ഇടുവാണെങ്കിൽ നമ്മുടെ ബീഫ് ഫ്രൈക്ക് ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 4 വറ്റൽമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത്, ഒരു 2 പച്ചമുളക് ചതച്ചെടുത്തത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ഇവയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതൊക്കെ വേണമെങ്കിൽ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് എരിവ് കൂടുതലാണെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ആവശ്യമായിട്ടുള്ള എണ്ണ. ഇവിടെ ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ബീഫ് ഫ്രൈ തയ്യാറാക്കാൻ പോകുന്നത്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് പകുതി തേങ്ങാക്കൊത്ത്, പകുതി കറിവേപ്പില, അതുപോലെ ചതച്ച് വെച്ച വറ്റൽമുളക്, പിന്നെ വെളിച്ചെണ്ണ, ഇവ ഒഴിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമ്മുടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പകുതി തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുഴുവൻ സവാളയും ഇതിലേക്ക് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. കൂടെ നമ്മുടെ പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഫ്രഷ് ബീഫ് ആയതുകൊണ്ട് തന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നോളും. അതുകൊണ്ട് നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് വേണം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മാത്രം ഒരു 1/4 ഗ്ലാസ്സൊക്കെ വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഇതിനകത്തുനിന്ന് വെള്ളം നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത് നമുക്കിനി കുക്കറിൽ അടച്ചു വെച്ച് 4-5 വിസിൽ വേവിച്ചെടുക്കാം ചെറുതീയിൽ. അതിപ്പം നിങ്ങളുടെ കുക്കറിൻ്റെ വേവും അതുപോലെ ബീഫിൻ്റെയൊക്കെ വേവൊക്കെ അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ വരാം. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നിങ്ങളുടെ ബീഫ് എങ്ങനെയാണ്, അതിൻ്റെ വേവ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതനുസരിച്ചിടാം. അല്ലെങ്കിൽ ഒരു 5-6 വിസിൽ നന്നായിട്ട് ചെറുതീയിൽ വേവിച്ച് നമുക്ക് എടുക്കാം. ബീഫ് വേവിച്ചതിന് ശേഷം നമുക്കൊരു നല്ല പരന്നൊരു പാത്രം എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും അതുപോലെ ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങക്കൊട്ടും ഇതിലിട്ടൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രൈ ചെയ്ത നമ്മുടെ തേങ്ങാക്കൊത്തിലേക്കും അതുപോലെ കറിവേപ്പിലേക്ക് നമുക്ക് ഇടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം.
ഈ ഉണക്കമുളകും ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ആ ബീഫ് വെള്ളത്തോട് കൂടി തന്നെ നമ്മുടെ ഈ ഉരുളിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്കിതുപോലെ നന്നായിട്ട് പൊട്ടിപ്പോകാതെ ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ തീ അല്പം കുറച്ച് കൂട്ടിക്കൊടുത്ത് നമുക്ക് നമ്മുടെ ഈ ഗ്രേവി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. കാരണം നമ്മൾ ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്കിതിൽ വെള്ളം ആവശ്യമില്ല. അങ്ങനെ ഇളക്കി പൊട്ടിപ്പോകാതെ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഏകദേശം ബീഫ് ഫ്രൈ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ ചാറൊക്കെ ഇതുമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ ബീഫ് ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഇന്ന് തയ്യാറാക്കി ബീഫ് ഫ്രൈ പോലെ ഒരു ബീഫ് ഫ്രൈ നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് ഫ്രൈ ആണിത്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് സഹകരണമൊക്കെ പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.